പറ കൊമരങ്കേരി റോഡാണിത്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ? ഇത് കോടികൾ മുടക്കി BMBC റോഡ് പണിയാൻ പോവുകയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് തന്നെ പറയാം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ വാർത്ത വരും, പറ കൊമരങ്കേരി റോഡ് ഇത്ര രൂപ അനുവദിച്ചു. നാട്ടുകാരെ MLAയും MP-യും പരിഹസിച്ചുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ രീതി വരെയായി. ഇത് നോക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് മൊത്തം കള്ളത്തരമാണ്. ഞങ്ങൾ റോഡ് ഇപ്പോൾ ഉടനെ ചെയ്യും. ഇപ്പോൾ ഇവരിറങ്ങാൻ സമയമായി, അടുത്ത ഇലക്ഷന് സമയമായി. കയറിയപ്പോൾ തൊട്ട് കൊമരങ്കേരി പറ റോഡ് നന്നാക്കി കൊടുക്കാമെന്ന് ജനങ്ങൾക്ക് മോഹന വാഗ്ദാനം പറഞ്ഞു. ദാണ്ട് ഈ ഒരു സഹോദരനെ നോക്കുക. എൻ്റെ ഇടയ്ക്കൽ എപ്പോഴും പറയുമായിരുന്നു, ആ റോഡ് വന്നൊന്ന് വീഡിയോ പിടിച്ചിടണമെന്ന്. പുള്ളി ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ഇതൊന്നും കാണാൻ ഇടയായില്ല. എൻ്റെ പൊന്ന് സുഹൃത്തെ, ചേട്ടാ, ഈ ലോകത്തിൽ നിന്ന് പോയത് നല്ലതായി. ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിക്കുക, അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത്. എന്താ പറയാൻ മോനെ, എന്നാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ കുഴി വീണിട്ടാണോ ഈ കൈ ഒടിഞ്ഞത്? റോഡ് മുഴുവൻ പൊട്ടിപ്പൊളി കിടക്കുക. ഈ പേട്ട തൊട്ട് കൊമരങ്കേരി വരെയും പൊളിഞ്ഞ റോഡാണ്. 2 വീലർ ആയാലും 4 വീലർ ആയാലും 3 വീലർ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നില്ലേ? ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആക്സിഡന്റ്. ഈയിടെ ഒരാൾ മരിച്ചു, കൊമരങ്കേരി റോഡിൽ വണ്ടി ഇടിച്ച ഒരാൾ മരിച്ചു. ഇഷ്ടംപോലെ ആക്സിഡന്റ് നടക്കുന്നുണ്ട്. റെഡിയാക്കി തരാന്ന് പറയുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. MLA MP ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്നില്ലേ? നമ്മുടെ കുതിരോട്ടം പോപ്പ് പറഞ്ഞാണ് ഇപ്പൊ ശരിയാക്കി തരാം. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണമാണ്. കാശില്ലാത്ത ഭരണകൂടത്തിൻ്റെ കൂടെ കൂട്ടുപിടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. നാട്ടുകാരുടെ തെറി കേൾക്കേണ്ടി വരും. നമ്മൾ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞാണല്ലോ നമ്മൾ ഈ വോട്ട് മേടിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അവർ പറയുന്നതിൻ്റെ അകത്ത് തെറ്റു പറയാൻ പറ്റത്തില്ല, കേൾക്കുകയേ നിവർത്തിയുള്ളൂ. ഈ MP ആണേലും MLA ആണേലും ഒരു കരയിലോട്ട് പോകുന്ന റോഡായത്. ആയിരക്കണക്കിന് വീട്ടിലുള്ളവർ യാത്ര ചെയ്തു പോകേണ്ടിയ ഒരു റോഡാണ് ഈ രീതി കിടക്കുന്നത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയാൽ ഇത് അങ്ങേ അറ്റം വരെ ഞാൻ പിടിക്കേണ്ടി വരും. ഇത് മൊത്തം തകർന്ന് കിടക്കുകയാണ്. നിങ്ങൾ ഏതെല്ലാം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഇന്ന് പല പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ ഉഗാണ്ടയിൽ പോയി ഒരു ഫണ്ട് എടുക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അവസ്ഥയൊന്ന് മാറ്റി കൊടുക്കുക. ഈ റോഡിലൊരു മരണം വരെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത മരണം വരെ കാത്തു നിൽക്കാതെ എൻ്റെ പൊന്ന് ജനപ്രതിനിധികളെ, നിങ്ങളുടെ കണ്ണ് തുറക്കൂ, നിങ്ങളുടെ കാത് തുറക്കൂ. ആ ബോർഡ് എഴുതി വച്ചിരിക്കുന്നവർ പറയുന്ന പോലെ കണ്ണ് തുറക്കൂ, നിങ്ങളുടെ കാത് തുറക്കൂ. ഈ നാട്ടുകാരെ രക്ഷിക്കൂ.